ഈ വെള്ളക്കടലക്കൊക്കെ ഇത്ര ടേസ്റ്റ് ഉണ്ടോ എന്ന് തോന്നിപ്പോയി. അത്രയ്ക്ക് അടിപൊളി റെസിപ്പിയാണ്. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റും. നല്ലൊരു കടലക്കറി വെക്കാം. ആദ്യം നമുക്ക് കടല ഓവർനൈറ്റ് കഴുകിയിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. രാവിലെ നമുക്കിത് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റൻറ്റ് പോട്ട് ഇലക്ട്രിക് പ്രഷർ കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഗ്യാസൊന്നും ഇല്ലെങ്കിലും ഈ ഒരു പ്രഷർ കുക്കർ മതി കേട്ടോ, നമുക്ക് എല്ലാം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ കുക്കറിലേക്ക് ഞാനിതാ കടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ആമസോണിൽ ബിഗ് സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു പ്രഷർ കുക്കറിനൊക്കെ നല്ല വിലക്കുറവുണ്ട്. അപ്പോൾ ഈ ഇൻസ്റ്റൻറ്റ് പോട്ട് ഇലക്ട്രിക് പ്രഷർ കുക്കർ നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിയേ. ഇതൊരു കുക്കർ മാത്രമായിട്ടല്ല കേട്ടോ യൂസ് ചെയ്യുന്നത്. കടായി ആയിട്ടോ ഫ്രൈ പാൻ ആയിട്ടോ എന്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻറ്റ് പോട്ട് ഇലക്ട്രിക് പ്രഷർ കുക്കറിലെ ആ ഒരു മുകളിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രമില്ലേ, അത് മാറ്റി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ സവോള കട്ട് ചെയ്തത്, കാഷ്നട്ട് കുതിർത്തിയത്, ഉണക്കമുളക്, കുറച്ച് ഇഞ്ചി, ഉപ്പ് ഇത്രയായിട്ട് വയറ്റി മാറ്റി വെച്ചു. അതൊന്ന് ചൂടാറിയിട്ട് അരച്ചുകൊണ്ട് വരണേ. ഇനിയിപ്പോൾ വീണ്ടും ആ പാത്രത്തിലേക്ക് തന്നെ ഓയിൽ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓൾ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുത്തു. അരച്ചെടുത്ത് ഒഴിച്ച് കൊടുത്തു. പിന്നെ സ്പെഷ്യലായിട്ട് കുറച്ച് തൈരിൽ, പുളിയില്ലാത്ത തൈരിൽ മസാലപ്പൊടികളൊക്കെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കി എടുക്കണം കേട്ടോ. ഈ ഒരു കുക്കറിൽ ഒട്ടും തന്നെ അടിയിലൊന്നും പിടിക്കത്തില്ല. സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ കേട്ടോ. പിന്നെ ഹെൽത്തിയുമാണ് ഇതിൽ കുക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കടല വേവിച്ച് ഇട്ട് കൊടുത്തു. നന്നായിട്ട് തിളച്ച എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ മല്ലിയിലയും അതുപോലെ കസൂരി മെത്തിയും കൂടി ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളി കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇൻസ്റ്റൻറ്റ് പോട്ട് ഇലക്ട്രിക് പ്രഷർ കുക്കറിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ആമസോണിൽ നിന്നും പർച്ചേസ് ചെയ്യാവേ.